എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അക്ഷയ വഴിയുള്ള സേവനങ്ങൾക്കും പരാതിക്കും ഇനി മുതൽ ചാർജ് നൽകേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഏതെങ്കിലും കാര്യത്തിന് പരാതിപ്പെടാൻ ഇനി അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നവർക്ക് 30 രൂപ നൽകേണ്ടതാണ്. കെ സ്മാർട്ട് പോർട്ടലിലൂടെ ലഭിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സേവനങ്ങൾ ലഭിക്കാനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കുമ്പോൾ ഈടാക്കേണ്ട സർവീസ് ചാർജിന്റെ പട്ടികയാണ് പരാതിക്ക് 30 രൂപ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. നികുതികളും ഫീസും അടയ്ക്കുന്നതിന് അക്ഷയ കേന്ദ്രത്തിന്റെ സേവനം തേടിയാൽ 10 മുതൽ 100 രൂപ വരെ അധികം ചെലവഴിക്കേണ്ടി വരുന്നതാണ്. 1000 രൂപ വരെയുള്ള തുകയ്ക്ക് 10 രൂപ നൽകേണ്ടതാണ്. 1000 മുതൽ 5000 രൂപ വരെ 20 രൂപയും 5000 രൂപയ്ക്ക് മുകളിലുള്ളതിന് തുകയുടെ 0.5% അല്ലെങ്കിൽ 100 രൂപ ഏതാണോ കുറവ് ആ തരത്തിൽ നമ്മൾ സർവീസ് ചാർജ് നൽകേണ്ടതാണ്. അപേക്ഷകൾ സമർപ്പിക്കുവാൻ 20 രൂപയാണ് ചാർജായിട്ട് നൽകേണ്ടത്. സേവനങ്ങൾ ലഭ്യമാകുമ്പോൾ വ്യക്തിഗത വിവര സുരക്ഷാ ഇൻഫോർമേഷൻ കേരള മിഷനും കേരള സംസ്ഥാന അക്ഷയ പ്രൊജക്ട് ഓഫീസും ഉറപ്പാക്കണമെന്നും സർക്കാർ നിലവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ നമ്മളിവിടെ പരിശോധിക്കുമ്പോൾ നമുക്കിവിടെ അതോടൊപ്പമുള്ള ആനുകൂല്യങ്ങൾക്കും ഫീസ് നൽകേണ്ടതാണ്. ജനന മരണ രജിസ്ട്രേഷന് 40 രൂപയാണ് നമുക്ക് നൽകേണ്ടതായിട്ട് വരുന്നത്. ജനന മരണ രജിസ്ട്രേഷനിലെ തിരുത്തലുകൾ വരുത്തുന്നതിന് 50 രൂപയാണ് നൽകേണ്ടത്. വിവാഹ രജിസ്ട്രേഷൻ പൊതുവിഭാഗത്തിന് 70 രൂപ പ്രസ് പ്രിന്റിംഗ് ആൻഡ് സ്കാനിംഗ് നിരക്കുകൾ നൽകേണ്ടതാണ്. പേജ് 1-ന് 3 രൂപ വെച്ച് നൽകേണ്ടതാണ്. SC/ST വിഭാഗത്തിന് പ്രിന്റിംഗ് സ്കാനിംഗ് ഉൾപ്പെടെ 50 രൂപയാണ് നൽകേണ്ടത്. വിവാഹ രജിസ്ട്രേഷനിലെ തിരുത്തലുകൾ വരുത്തുവാൻ 60 രൂപ നൽകേണ്ടതാണ്. ലൈസൻസ് അപേക്ഷയും തിരുത്തലുകളും 40 രൂപ നൽകേണ്ടതാണ്. പരാതികൾ ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് വേണ്ടി 30 രൂപ നൽകേണ്ടതാണ്. സർട്ടിഫിക്കറ്റുകളും അതോടൊപ്പം തന്നെ അറിയിപ്പുകളും ഡൗൺലോഡ് ചെയ്ത് നൽകുന്നതിന് വേണ്ടി പേജ് 1-ന് 10 രൂപ വെച്ച് നൽകേണ്ടതാണ്. ഈ സേവനങ്ങൾക്കും അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ പ്രത്യേകം ഈടാക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.